യമൻ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ കേസ് ഒരു സാധാരണ കൊലപാതക കേസല്ല. ഇത് നിയമത്തിന്റെയും മതത്തിന്റെയും മാനുഷിക വികാരങ്ങളുടെയും ഒപ്പം ചില വ്യക്തികളുടെ താല്പര്യങ്ങളുടെയും ഒരു സങ്കീർണമായ കൂട്ടിക്കുഴച്ചിലാണ്. കേരളത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി നടക്കുന്ന ഓരോ നീക്കത്തെക്കുറിച്ചും യമനിലെ കൊല്ലപ്പെട്ട തലാൽ അബ്ദോ മഹദിയുടെ കുടുംബം അറിയുന്നുണ്ടോ? ആരാണ് അവർക്ക് വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്നത്? ഈ ചോദ്യങ്ങൾ നിലനിൽക്കെ വിഷയത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുന്നു. നിമിഷപ്രിയയെ രക്ഷിക്കാൻ ഇടപെട്ടു എന്ന് അവകാശപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി തലാൽ അബ്ദോ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി രംഗത്തെത്തിയിരിക്കുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചപ്പോൾ കേരളത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉയർന്നു. ഈ വിഷയത്തിൽ നിർണായക ഇടപെടലുകൾ നടത്തിയതായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവകാശപ്പെട്ടു. യമനിലെ പണ്ഡിതരുമായി തനിക്കുള്ള ബന്ധം ഉപയോഗിച്ച് വിഷയത്തിൽ ഇടപെട്ടെന്നും അവരുടെ ശ്രമഫലമായി വധശിക്ഷ ആദ്യം ഒരു ദിവസത്തേക്ക് നീട്ടുകയും പിന്നീട് റദ്ദാക്കുകയും ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ തന്റെ ഭാഗം പൂർത്തിയായെന്നും ഇനി സർക്കാരാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതെന്നും കാന്തപുരം വ്യക്തമാക്കി. മാനവികത മുൻനിർത്തിയാണ് താൻ ഈ ഇടപെടൽ നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ കാന്തപുരത്തിന്റെ ഈ പ്രസ്താവനകളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അബ്ദുൽ ഫത്താഹ് തുറന്നടിച്ചത് ഇങ്ങനെയാണ്: കാന്തപുരമോ ഷെയ്ഖ് ഹബീബോ ഉമറോ ഞങ്ങളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞങ്ങളുടെ ഭാഗം തീർന്നു എന്ന് പറഞ്ഞ കാന്തപുരം മാപ്പ് പറയണം. ഇസ്ലാം സത്യത്തിന്റെ മതമാണ്, കളവ് പ്രചരിപ്പിക്കരുത്. തങ്ങളുടെ അവകാശം നിയമത്താലും ഇസ്ലാമിക വിധികളാലും പരിരക്ഷപ്പെട്ടതാണെന്നും ഖിസാസ് അഥവാ നീതി മാത്രമാണ് തങ്ങൾക്ക് ആവശ്യമെന്നും അദ്ദേഹം ആവർത്തിച്ചു. മധ്യസ്ഥ ശ്രമങ്ങളോട് തങ്ങൾ വഴങ്ങില്ലെന്നും ഈ വാദങ്ങൾ തെളിയിക്കാൻ കാന്തപുരത്തെ വെല്ലുവിളിക്കുന്നതായും അബ്ദുൽ ഫത്താഹ് പറഞ്ഞു. ഈ പ്രതികരണങ്ങൾ കാന്തപുരത്തിന്റെ പ്രസ്താവനയുടെ വിശ്വസ്തതയ്ക്ക് വലിയ ചോദ്യചിഹ്നം ഉയർത്തി.